സിലബസ് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയോ? അടിപൊളിയാണല്ലോ. നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? എന്താ തോന്നാഞ്ഞേ? എന്ത് ചോദിച്ചാലും ആൻസർ ഇല്ല. ഞാൻ തന്നെ ചോദിക്കണം, ഞാൻ തന്നെ ഉത്തരം പറയണം. അപ്പൊ ഞാനൊന്ന് റേഡിയോ ആവട്ടെ. രണ്ടായിരത്തി 2024 SDG ഇൻഡെക്സ് പ്രകാരം 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? ഞാൻ ഈ ഫോക്കസ് ഏരിയക്ക് അതുള്ളതേ പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. ഫോക്കസ് ഏരിയക്കത്തുള്ളത് അത് തന്നെ നല്ല മാർക്കിന് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലോ ഇല്ല, അതൊരു വലിയ കാര്യമാണ് അല്ലേ? നിങ്ങൾ കണ്ടോ? ഇനി ഞാൻ പറയണോ? സിലബസിനെ പറ്റി പറയണോ? എക്സ്പാൻഡ് ചെയ്യണോ? നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഏതിൽ ഫോക്കസ് ചെയ്യണം? അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിലിംസിന്റെ പരീക്ഷ പാസ്സാകാത്ത ആരെങ്കിലും ഇത് ഉണ്ടോ? ഡയറക്ട്ലി പറയണം, എന്നാലേ കുറച്ചുകൂടെ ഒക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇതുവരെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സാവാത്ത ആരെങ്കിലും. നാണക്കേടൊന്നും വിചാരിക്കേണ്ട. അപ്പൊ നിങ്ങൾ സിലബസ് വന്നതിന് ശേഷം സിലബസിനെയൊക്കെ അറേഞ്ച് ചെയ്തോ? ഓർ മാർക്കിനെ അറേഞ്ച് ചെയ്തോ? ചെയ്തു. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു അവയർനെസ് തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഇത് പ്രിലിംസിൻ്റെതാണ്. ഹിസ്റ്ററിക്കകത്ത് 10 പേർ, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. സയൻസ് ഇല്ല, സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമേ ഉള്ളൂ. ഇവിടെ സിവിക്സിനകത്ത് നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ ഒന്നും ഡീപ് ലെവലിലേക്ക് പറയുന്നില്ല. പകരം എന്ത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സിവിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് കേരള റിലേറ്റ് ചെയ്തിട്ടുള്ള സിവിൽ സർവൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിവിക്സിനകത്ത് വരുന്നത്. ഈ 5 മാർക്കിൻ്റെനകത്ത് അത് വലിയ പാടില്ലാത്തതാണ്. അതായത് ഇവിടുത്തെ GK വലിയ പ്രോബ്ലം ഇല്ല. പ്രിലിംസ് അതായത് ടോട്ടൽ 50 മാർക്ക് ഇൻക്ലൂഡിങ് കറണ്ട് അഫേഴ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ പ്രിലിംസ് പാസ്സായിട്ടില്ലെങ്കിലും ഇനി എപ്പോഴായാലും പ്രിലിംസ് പാസ് ആവണമെങ്കിലും ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ താഴെ കിടക്കുന്ന 50 മാർക്കിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെതായാലും മലയാളത്തിൻ്റെതായാലും നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF ഒക്കെ നമ്മൾ പെയ്ഡ് PDF ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. 49 റുപ്പീസ് വെച്ചിട്ടേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെതും. അത് 2021 മുതൽ 24 വരെയുള്ള അപ്ഡേഷൻസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് SCRT-യുടേതും ഉണ്ട്. SCRT നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് മലയാളം ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട്
അപ്പൊ ടുഡേ ഇറ്റ്സെൽഫ് മുതൽ നിങ്ങൾ ഒരു പ്ലാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളുക. നിങ്ങൾ ഇപ്പൊ ഒരു ബുക്ക് എടുത്തേ, പഠിപ്പിക്കാൻ വന്ന ഞാനിപ്പോ എങ്ങോട്ട് പോകുന്നു, ബുക്ക് എടുക്കാം. അതായത് മെയ്യിലാണ് പരീക്ഷ, മെയ് മാസം ഒരു 5-ാം തീയതിയാണ് പരീക്ഷ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി മുതൽ എത്ര ദിവസത്തെ ഒരു പ്ലാൻ കിട്ടും? കൂടി വന്നാല് അവധിയും എല്ലാം നമുക്ക് വയ്യാത്തതും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു എത്ര ദിവസം, ഒരു 100 ഡേയ്സ് പ്ലാൻ അങ്ങിട്. 100 ഡേയ്സ്, ബാക്കി 20 പോട്ടെ. മനസ്സിലായോ? ഒരു 100 ഡേയ്സ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ പറയും, നിങ്ങൾക്ക് അതിനനുസരിച്ച് എത്ര വേണമെങ്കിലും അതിനകത്ത് കയറ്റാവുന്നതാണ്. ആ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾ 100% അല്ല 200% നിങ്ങൾ പ്രിലിംസ് പരീക്ഷ പാസ്സാവും. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം മലയാളം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ SCRT എടുത്തിട്ട് ഇന്ന പോർഷൻസ് നിങ്ങൾ, അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര പറ്റും ടൈം വെച്ചിട്ട് ചെയ്യണം. 15 മിനിറ്റ് മതി, അത്രയും സമയം കൊടുക്കണം. കാര്യം 10 മാർക്ക് അവിടെ ഉണ്ട്. ഇനി ഇംഗ്ലീഷ് നിങ്ങൾ എത്ര ടൈം എടുക്കണം? ഒരു അരമണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എടുക്കണം. കാര്യം 20 മാർക്ക് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ സമയം ചെലവഴിക്കാൻ നമുക്ക് ഒട്ടും ഭയങ്കര മടിയാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 20 റിവിഷനോട് അതിനൂടെ വരണം. അതായത് ആദ്യത്തെ 1-2 ദിവസത്തേക്കേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. പിന്നീട് ഇവിടെ 10 മിനിറ്റ് എന്തായിക്കോണം, നിങ്ങൾ റിവിഷൻ ആക്കിക്കോണം. ഇവിടെ 10 മിനിറ്റും ഇവിടെ ഒരു 5 മിനിറ്റും റിവിഷൻ ആക്കിക്കോണം. പറഞ്ഞത് മനസ്സിലായോ? ഇനി ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ക്ലാസ് കാണുക, എന്തുവാന്ന് വെച്ചാൽ ചെയ്യുക. അത് നിങ്ങൾക്ക് അതും നിങ്ങൾ അരമണിക്കൂർ പഠിക്കുക. ഇച്ചിരൂടെ കൂട്ടിയാലും ഒരു 3/4 മണിക്കൂർ വേണമെങ്കിൽ കൊടുത്തോളൂ. മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു അരമണിക്കൂറും അല്ലാത്ത ഒരു 3/4 മണിക്കൂറും അതിനകത്ത് ചെലവഴിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യത്തിന് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? ടുഡേ ഇറ്റ്സെൽഫ്. അപ്പൊ ഇന്ന് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 100 ഡേയ്സ്, ഡേ 1 ഡേ 2 മുതൽ 100 ഡേ വരെ ഫില്ല് ചെയ്യണം. മനസ്സിലായോ? ഡേ 1 അത് നിങ്ങൾ എത്ര ദിവസവും ആയിക്കോട്ടെ, നിങ്ങൾ ഡേറ്റ് ഇടണ്ട. ഡേ 1 ഡേ 2 ഡേ 3 മുതൽ 100 ഡേയ്സ് നമ്മൾ ഇട്ട് വെക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി? പിന്നെ അത് ഇട്ടാൽ മതി. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ എന്ന് പറഞ്ഞിട്ട് ഇടുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ 15 മിനിറ്റ് എന്തുവാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, SCRT ആണെങ്കിൽ SCRT, അത് വെച്ചിട്ട് നിങ്ങൾ അതിനുള്ള ഓരോ ദിവസവും കഴിയുമ്പം ടിക്ക് മാർക്ക് ഇടണം. ക്ലിയർ ആയോ? ഡേ 1 ഡേ 2 അത് തന്നെ. ഇനി ഡേ 5 കഴിഞ്ഞിട്ട് ഡേ 6 അവിടെ അല്ല, ഒരു ഡേ 5 കഴിഞ്ഞിട്ട് നിങ്ങൾ അത്രയും ദിവസത്തേന് എന്ത് ചെയ്യണം? അതിനാണ് 20 ഡേയ്സ് അങ്ങ് സ്കിപ്പ് ചെയ്ത് അവിടെ ഇട്ടിരുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? അതായത് 120 ഡേയ്സ് നമുക്ക് ഇനി ഉണ്ട്. ആ 120 ഡേയ്സിനകത്ത് 20 ഡേയ്സിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് റിവിഷൻ കയറി വരും. സോ നിങ്ങൾ ഡേ 5 കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്തത് എന്തോ വരണം? റിവിഷൻ വരണം. ആ ഡേ 5 വരെ ഉള്ളത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ് പറഞ്ഞ പേര്, ഡേ 7, പിന്നെ ഡേ 8, ഇങ്ങനെ പോകണം. ഇനി ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. NCERT കൂടെ പഠിക്കാനുള്ള കാര്യങ്ങളൂടെ NCERT ഞാൻ അവിടെ ഗ്രൂപ്പിൽ ഇടുന്ന അനുസരിച്ചിട്ട് അത് കൃത്യമായിട്ട് പഠിക്കണം. സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് ആ രീതിയിൽ പഠിക്കാം. അതും അതായത് ഡേ 1 മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ചുരുക്കം. അതായത് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് അവിടെ ഡേ 1 ഇട്ട് കൊടുത്തേച്ചാൽ മതി. പ്രത്യേകിച്ച് മാറ്റേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഡേ 1 കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് ഏത് ദിവസത്തിലാണ് നിൽക്കുന്നത് ആ ദിവസത്തെ NCERT പഠിച്ചാൽ മതി. കാരണം ആ NCERT പഠിക്കുന്നത് കൊണ്ട് പേപ്പർ 2 നല്ല ഗുണങ്ങളുണ്ട്. കാരണം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ അവിടെ 20 മാർക്കിന് വരുന്നുണ്ട്. അതിപ്പോ ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ മോഡൽ മനസ്സിലായോ? ഇത് എങ്ങനെ ചെയ്യണം? ഇനി ഇത് കൂടാതെ നിങ്ങൾ എന്തുകൂടെ റിവൈസ് ചെയ്ത് പോകണം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് പാടായിരിക്കും. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡ്. ഇതിനകത്ത് കറണ്ട് അഫേഴ്സ് കൂടെ ഒരു ലൈവ് വെച്ച് റിവൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിനകത്ത് അതായത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന കണ്ടന്റ്സിന്റെ PDF ഉണ്ടല്ലോ, ആ PDF ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം.
ഇനി അത് കൂടാതെ ഇനി അത് ബാലൻസ് നിങ്ങൾക്കുള്ള ജോലിയാണ്. ഞാൻ പറയാനുള്ളത് പറയും. എനിക്ക് അത് കണ്ടുപിടിച്ച് തരാൻ വയ്യ. പറയാനുള്ളത് ഞാൻ പറയാം. ഒരു സ്ലൈഡോ എന്താണ്? എന്താ കാണാൻ പറ്റുന്നില്ലേ? ഒരു സ്ലൈഡ് സി എ. സി എ അന്നന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന സി എയുടെ ഒരെണ്ണം വെച്ചിട്ട് പഠിച്ചു പോകുമോ? കുഴപ്പമില്ലല്ലോ. സി എ ഞാൻ അന്നന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇന്ന് മുതലുള്ളത് ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് റിവിഷൻ വരുമല്ലോ. ഇന്ന് മുതൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന സി എ ഡേ 1 ഡേ 2 വെച്ചിട്ട് പഠിക്കുക. ക്ലിയർ ആവുന്ന പറഞ്ഞ കാര്യം, സി എയുടെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഒരു ലൈവ് ഉള്ളത്. ഇപ്പൊ പുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? പഴയത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ആ ഫസ്റ്റില് അതിനകത്തുള്ള PDF ഒന്ന് യൂസ് ചെയ്യാം. ആ ഡേ ഒക്ടോബർ 14 PDF അതിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് PDF എടുത്ത് വെച്ച് നോക്കിച്ചാൽ മതി. സമയമില്ലാത്തവര്, പുതിയ സ്റ്റുഡൻസ്, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 3 to 4 hours പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മിനിമം ആണ് ഞാൻ പറഞ്ഞത്. മിനിമം 4 hours. ഒന്നിച്ചെടുക്കുമ്പോൾ ഒത്തിരി ആയിട്ട് തോന്നും. പലപ്പോഴായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത്രയും പഠിക്കണം. മനസ്സിലായോ? കാര്യം ഇതൊക്കെ ഇത്രയും പഠിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം അത്രയൊക്കെ ആവും. ഓവർ സ്ട്രെസ് ആവരുത്. എന്നെ കൊണ്ട് പറ്റും എന്നിട്ടുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. അഥവാ ബൈ ചാൻസ് ഒരു ദിവസം പറ്റിയിട്ടില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ബോധർ ആവണ്ട. സാരമില്ല, എനിക്കിത് പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ മൂവ് ഓൺ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റക്ക് ആയി പോകും. ഇതാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചിലരെ കൊണ്ട് പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ഇത് മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ. അതിന് നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? +1, അതായത് ഈ CPO പോലെയൊക്കെയുള്ള എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ. +2 ലെവലിലുള്ള എക്സാം. അത് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യണം. ഓക്കെ? അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഒരെണ്ണം തീർത്താൽ മതി. +2 ഒക്കെ ആകുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അവിടെ 20 മാർക്കിനൊക്കെ സ്പെഷ്യൽ ലോസ് ഒക്കെ അവരുടെ ടോപ്പിക് ഒക്കെ പോകും. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ആ ഇംഗ്ലീഷും മലയാളവും വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈം ലാഭിക്കാം. മാത്സും കൂടെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിലായി? ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു ഇല്ല, അത് എനിക്ക് ഭയങ്കര പാടാണ് ഷെർബാൻ. തപ്പിയെടുക്കുക മെനക്കെട്ട പണിയാ. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ മനസ്സിലാവാത്തതുണ്ടോ? തപ്പുന്ന ഭയങ്കര പാടാണ്. ഞാൻ അവിടെ 100 ഒപ്പിച്ച കാര്യം എനിക്ക് അറിയത്തുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എഴുതാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ +1ന്റെയോ +2 ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ CPO, ഫയർമാന്, എക്സൈസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി അത് കൂടാതെ ഡിഗ്രി ലെവൽസിന്റെ പ്രിലിംസും മെയിൻസും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണം. പറഞ്ഞത് മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ഡെയിലി +1 +2 ലെവലുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണം? 2 days കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾ ഇതിന് ഇംഗ്ലീഷും മലയാളവും മാത്സും ഇത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ 1 day കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് അക്കോർഡിംഗ് ടു യുവർ വിഷ്. 2-3 ദിവസം കൊണ്ട് നിർത്തിയാൽ യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 100 days നിങ്ങൾ 100 days പോട്ടെ, ഒരു 75 days നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്കും മെയിൻസ് പരീക്ഷയ്ക്കും നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്ക് വഴി തെളിച്ച് വിടാനേ പറ്റത്തുള്ളൂ. നിങ്ങളോട് ഇത് ചെയ്യണം എന്ന് എനിക്ക് കട്ടായം നിങ്ങളുടെ വീട്ടിൽ വന്ന് പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരെണ്ണം തീർക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിനകത്തെ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു പോയേച്ചാൽ മതി. ബട്ട് ഇറ്റ് ടേക്ക് ലോങ് ടൈം. നിങ്ങൾക്ക് അത് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. നിങ്ങൾ ആ പരിപാടി 2-3 അല്ലെ 5 ദിവസം കൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യും. നിങ്ങളുടെ മനസ്സിന് എപ്പോഴും എന്താ ഇഷ്ടം? സിമ്പിൾ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ഇത് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യും? ടൈം അങ്ങ് പോകും. ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇടത്തില്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണം. അത് മെനക്കെട്ട പണിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് നമുക്ക് എത്രത്തോളം നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയോ? നേരത്തെ ഇട്ടല്ലോ കഴിഞ്ഞ ടൈം. അതല്ല, ഇപ്പൊ മോഡൽ മാറ്റിയല്ലോ. എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അക്കോർഡിംഗ് ടു ഞാൻ എന്താ ചെയ്യുന്നത്, അതായത് ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യത്തില്ല, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യത്തില്ല. പകരം എന്ത് ചെയ്യും? ഇംഗ്ലീഷിനകത്തെ ഒരു 30-40 ചോദ്യങ്ങൾ ഞാൻ അങ്ങ് പഠിക്കും. മലയാളത്തിനകത്തും അതുപോലെ ഒരു SRT ഒരു ചോദ്യവും ഞാൻ അങ്ങ് പഠിക്കും. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതായിരിക്കും ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ചെയ്യുന്നത്. കാര്യം ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിച്ചു എന്നൊരു ഫീല് വരത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അത് നമ്മുടെ മനസ്സിലായോ? ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, സമയം പോവുകയും ചെയ്യും. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത സംഭവം കൊണ്ട് പലരും 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ സംഭവത്തിനെ അങ്ങ് ഉപേക്ഷിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് GK പഠിക്കാൻ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ്? പഠിക്കുമ്പോൾ എന്തൊക്കെയോ ഒത്തിരി പഠിച്ച ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് ബാക്കി ഏത് സബ്ജക്റ്റിനേക്കാളും GK പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം. ആം ഐ റൈറ്റ്? അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മാർക്കല്ല വേണ്ടത്, സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത്. അതാണ് റീസൺ. ഇതുകൊണ്ടാണ് മാർക്ക് കൂടാതെ കിടക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഈ മാർക്ക് എവിടെ നിന്നൊക്കെ വലിച്ചെടുക്കാവോ അതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മുടെ ആ മനസ്സിന്റെ ആ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ആരൊക്കെയാണ് ആർട്സിനും ഹിസ്റ്ററിക്കും പ്രയോറിറ്റി കൊടുത്ത് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എത്ര ആകും? 50, 20, 70 ആകും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ ടോപ്പിക്കിനകത്തുനിന്ന് ഈ 70 നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഈ 70 ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ ഇത്രയത്തിനകത്ത് 50 മാർക്കുണ്ട്. ഈ 50 മാർക്ക് നമ്മൾ അതായത് പ്രിലിംസിന് നല്ല രീതിയിൽ കൊടുക്കണം, ഫോക്കസ് കൊടുക്കണം. ബൈ ചാൻസ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രിലിംസ് കിട്ടാതെ ഇരിക്കരുത്. ഓവർ കോൺഫിഡൻസ് ആവരുത്. എനിക്ക് പണ്ട് പ്രിലിംസ് കിട്ടിയതാണ് എന്നും പറഞ്ഞുള്ള ഓവർ കോൺഫിഡൻസും ആവരുത്. കാര്യം 2-3 മാർക്കിനോ കുറെ ക്വസ്റ്റ്യൻസ് ഡിലീഷൻസ് വന്നാലും നമ്മൾ എന്ത് സാഹചര്യവും PSC സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു വേണം കളിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? കണ്ടന്റ് എവിടാ കിടക്കുന്നത്? മാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന 70 കിടക്കുന്നത്. ബാലൻസ് നമ്മൾ എത്ര തലകുത്തി പഠിച്ചാലും അത്രേ വരത്തുള്ളൂ. ഈ സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് 95 നിങ്ങൾ അങ്ങ് പഠിക്കുക. സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും എക്കണോമിക്സും എല്ലാം കൂടെ ചേർത്തിട്ട് അത്രയും വരത്തുള്ളൂ. ഇപ്പൊ NCERT പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം GK എല്ലാം അവിടെ കവർ ചെയ്യും. ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും NCERT ഓറിയന്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കയറി വരും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അവിടെ പിന്നെ പോൾ ഉള്ളത് കൊണ്ട് ആ പ്രശ്നവും വരുന്നില്ല. ഇനി
മാത്സും ഇംഗ്ലീഷും മലയാളവും കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. അതിനകത്ത് യാതൊരുവിധ എക്സ്ക്യൂസും ഇല്ല. കാര്യം ഇത്രയും മാർക്ക് ഇല്ലെങ്കിലും അപ്പുറത്ത് വരുന്ന സമയത്ത് 13, 13, 15 ഇത്രയും മാർക്ക് എവിടെ വരുന്നുണ്ട്? മെയിൻസ് പരീക്ഷയ്ക്കകത്തും ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യം വരുന്നുണ്ട്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? അതായത് നമ്മളിപ്പോ പഠിപ്പിക്കുന്നതും കൂടാതെ മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ പഠിക്കുക. കൂടാതെ എന്തും പഠിക്കുക? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 2 മീൻസ് 2 ദിവസമായിട്ട് ചെയ്യുക. ഇനി ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾ 3 ദിവസം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മതി. ചെയ്യുന്നത് മാത്രമല്ല ആ ചോദ്യ പേപ്പർ പഠിക്കുകയും വേണം. ചടങ്ങായിട്ട് തീർത്താൽ ഒരു കാര്യവുമില്ല. 10th ലെവൽ എഴുതുന്നത് പോലെ അല്ല ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള മനക്കരുത്തുണ്ടോ? ചോദിച്ചു നോക്കൂ, സ്വയം ചോദിച്ചു നോക്കൂ. ഉണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നുകൂടെ ചോദിച്ചു നോക്കൂ, എനിക്ക് ഇതിനൊക്കെയുള്ള കഴിവുണ്ടോ? ഞാനിപ്പം നിർത്തിയിട്ട് പോണോ? ഞാനല്ല, നിങ്ങൾ. കൊച്ചുങ്ങളെ വളരെ സിമ്പിൾ ആ ഡിഗ്രി ലെവൽ എക്സാംസ് നേടിയെടുക്കാൻ. മനസ്സിലായി? മനക്കരുത്തുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് നേടിയെടുക്കാൻ വളരെ 10th ലെവലിനേക്കാളും വളരെ സിമ്പിൾ ആ. കാര്യം അവിടെ ഡിഗ്രി ഇല്ലാത്തവരില്ല. ഡിഗ്രി ഇല്ലാത്തവർ ഇതിനകത്തോട്ട് കയറത്തില്ല. കണ്ടോ, വെറും ഒരു യൂണിവേഴ്സിറ്റി LGSന്റെ കട്ട് ഓഫ് കണ്ടോ? 81. മനസ്സിലായോ? അപ്പൊ ഇവിടെ അത്യാവശ്യം നമ്മൾക്ക് ലോജിക്ക് പ്രയോഗിക്കണം. എന്നിട്ട് നമ്മൾക്ക് മുന്നോട്ട് കയറാൻ നോക്കണം. മനക്കരുത്ത് വേണം. ചോദ്യങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ട്. സ്കിപ്പ് ചെയ്യേണ്ടതിനെ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ അറിയണം. അല്ലെങ്കിൽ കുറെ അധികം കറക്കി കുത്തി മൈനസ് ആയിട്ട് നമ്മൾ അതിന് ഔട്ട് ആവാൻ വേണ്ടിയിട്ടല്ല, ചിലതിനെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കി വിടണം. ഡിഗ്രി എല്ലാവർക്കും ഉണ്ടല്ലോ ഈ കാലത്ത്. എന്നാ പിന്നെ എന്താ ആർക്കും ഡിഗ്രി ലെവൽ എക്സാം കിട്ടാത്തത്? അതോടെ പറയും. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് അത് യൂണിവേഴ്സിറ്റി LGS എഴുതാൻ പറ്റും. പുതുതായിട്ട് എക്സാം നടത്തുന്നതിനകത്ത് ഇപ്പോഴത്തെ ഡിഗ്രിക്കാർ എല്ലാം ചടങ്ങിന് പഠിക്കുന്നതാണ്. ഡിഗ്രി ഒരു 3 ആഴ്ച കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കോട്ടെ 1 മാസം കൃത്യമായിട്ട് പഠിച്ചാൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലയോ? ഇത്രയും വല്ല കുത്തിയിരുന്ന് പഠിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഈ കൊച്ചുങ്ങളെ കിട്ടും. നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക. ഇതൊക്കെ പഠിച്ചാൽ ഉറപ്പുള്ള ചോദ്യങ്ങളെ ഇവിടുന്ന് വരത്തുള്ളൂ. മനസ്സിലായോ? GK പോലെയല്ല. ഇതിനെ നിങ്ങൾ അങ്ങ് സ്നേഹിക്കുക. ഇഷ്ടമല്ല, പക്ഷെ ഇതൊക്കെ നമുക്ക് മാർക്ക് കൂടും. നമ്മുടെ കൂടെ പരീക്ഷ ഹാളിൽ നിൽക്കുന്ന പരിചയമുള്ള സ്വഭാവം ഈ പറയുന്ന 3 പേർക്കേ കാണത്തുള്ളൂ. ബാക്കി ആരൊക്കെ നമ്മളെ ചതിച്ചാലും ഈ 3 ആൾക്കാരും നമ്മളെ അത്രത്തോളം ചതിക്കത്തില്ല. നമ്മൾ അതിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ ഇരിക്കും. ശരിയല്ലേ പറയുന്നത്? ബാക്കിയൊക്കെ നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നതുകൊണ്ട് ഈ ചോദ്യങ്ങൾ കാണാതെ ഇറങ്ങി വരുന്നതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ടുഡേ ഇറ്റ്സെൽഫ് മുതൽ ഇതിന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറെ നാളത്തേക്ക് അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കണ്ടവരുടെ സ്റ്റാറ്റസും കണ്ട് നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല കൊച്ചുങ്ങളെ. പറ്റും 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 എന്നിട്ട് അയക്കാൻ എന്ന് പറഞ്ഞിട്ടങ്ങ് മുന്നോട്ടങ്ങ് പോവണം. അത്രേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്റെ ഉള്ളിലുള്ള ശക്തിക്ക് അതിന് പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പുഷ് അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ അത് കുറെ നേരം ഓടും, പിന്നെ അത് താഴെ വീഴും. വീണ്ടും നമ്മൾ പുഷ് ചെയ്യുക, വീണ്ടും താഴെ വീഴും. അങ്ങനെ ചെയ്ത് വേണം ആ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു റിലീഫാണ് ഉണ്ടാവുന്നത്. അല്ലെ? ആലോചിച്ച് നോക്കിയിട്ടില്ലേ? ആ ഒരു ഭാരം. നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഒരു മലയൊക്കെ കേറിയിട്ട് ഇറങ്ങി വരത്തില്ലേ? ദൈവമേ, കേറാൻ നേരത്ത് നമ്മൾ ഇപ്പൊ അങ്ങ് ചെന്ന് കഴിഞ്ഞ് നല്ല രസമായിരിക്കുന്നു. പിന്നെ എങ്ങനെയും തിരിച്ചിറങ്ങി വരുന്നത്തെ കാര്യമാണ് ആലോചിക്കാൻ വയ്യാത്തത്. അത് അതിനേക്കാൾ തിരിച്ചിറങ്ങി വരുന്നിടം വരുമ്പോ ആ ഒരു ടൈം നമുക്ക് ഉണ്ടാവുന്ന
ഒരു ആശ്വാസം ഇല്ലേ, അതുപോലാണ് ഇതും. നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാസം തോറും നിങ്ങൾക്ക് 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മിനിമം 1 കോടി രൂപയെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. മനസ്സിലായോ? മിനിമം 1 കോടി രൂപയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്ത് ടാക്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ 50,000 രൂപ എത്തത്തുള്ളൂ. ആ 50,000 രൂപ നിങ്ങൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാസം മാസം കിട്ടുന്ന ഒരു ഇതാണ്. അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടും. ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലായോ? അതായത് നോർമലി ഒരു കോടി രൂപ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന മാസം തോറുമുള്ള ഇൻട്രസ്റ്റ് ആണ് 50,000 രൂപ എന്ന് വിചാരിക്കാം. പറയുന്ന മനസ്സിലാക്കുക. ജസ്റ്റ് സപ്പോസ്. പക്ഷെ നിങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം തോറും 50,000 രൂപ കിട്ടുന്നു. പക്ഷെ നിങ്ങൾ ഈ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല. പകരം 1 കോടി രൂപയുടെ കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾ സഹിച്ചു. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ടൈം, അതിനുള്ള പ്രതിഫലമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം മനസ്സിലായോ? അപ്പൊ ആ പ്രോസസ് എന്തായിരിക്കും? ആ പ്രോസസ് എന്തായിരിക്കും? കഠിനമായിരിക്കും. ആ റിസ്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ഒരു തരത്തിൽ ചോദിച്ചതിന്റെ അർത്ഥം. അതിലേക്കുള്ള വഴി ഭയങ്കര കഠിനമാണ്. ആ കഠിനമായിട്ടുള്ള പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് റെഡിയാണോ ഇറങ്ങാൻ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമ്മൾ ഇവിടെ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? 1 കോടിയുടെ വർക്ക് നമ്മൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തെങ്കിലാണ് ഈ 50,000 മന്ത്ലി നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ലൈഫ് ടൈം. മനസ്സിലായോ? മിനിമം ആണ് ഇത് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിലാണ്. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് 1.5 ലക്ഷം ഒക്കെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ടൈമിനനുസരിച്ചിട്ട്. എത്രത്തോളം നിങ്ങളുടെ ഇതൊക്കെ മാറും, ഗ്രേഡ് ഒക്കെ മാറുന്നതനുസരിച്ചിട്ട്. അത് ആലോചിച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഈ പിന്നെ അല്ലാതെ സ്കൂളിലൊക്കെ 40 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തരും 40,000, 25,000, 50,000 ഒക്കെ വാങ്ങിക്കുന്നത്. PSC വഴി കിട്ടാത്തവർ ഉണ്ടല്ലോ, മാനേജ്മെന്റ് കോട്ടയിൽ കയറുന്നവർ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളൊന്നും ഇല്ല, നമുക്ക് കിട്ടുന്നത് ലാഭമാണ്. നമ്മൾ ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ PSC ഒരിക്കലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കരുത്. PSC നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകത്തതേ ഉള്ളൂ. പകരം നമ്മൾ അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? അപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. മനസ്സുകൊണ്ട് ഇതുവരെ ചെയ്ത എന്തൊക്കെ നിങ്ങൾ PSC പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ക്ഷമ ചോദിക്കണം PSCനോട്. ഇതുവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു. കാര്യം ആ ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനത്തോടും നമ്മൾ എപ്പോഴും കുറ്റം ഒന്നും പറയാൻ വേണ്ടിയിട്ട് പോകരുത്. ഇത്രയും നാൾ പറഞ്ഞത് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അവർക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, ഗവൺമെന്റിന് പൈസ ഉണ്ടെങ്കിലാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നല്ലത്. സോ നമ്മളെ എപ്പോഴും ഗവൺമെന്റിനെ നല്ല രീതിയിൽ വേണം പറയാൻ. അവരെന്തൊക്കെ തെറ്റ് കാണിച്ചാലും ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്നിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. കുറ്റം പറയുന്ന സംഭവങ്ങൾ ഇപ്പൊ നിങ്ങളെ പറ്റിയിട്ട് കുറെ ആൾക്കാർ കുറ്റം പറഞ്ഞു, നിങ്ങൾ പിന്നെ ജീവിതത്തിൽ അവരോട് മിണ്ടാൻ നിങ്ങൾക്ക് തോന്നും? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടില്ല, വേറൊരു വ്യക്തിനോട് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്കത് തോന്നും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തിക്ക് അറിയത്തില്ല എന്തുവാണ്. അതിനുള്ളിൽ ലവ് മാത്രമേ അറിയത്തുള്ളൂ. ഹേറ്റ് എന്ന് പറയുന്നത് അതിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലേ, നമ്മളെ ഒന്നും പറഞ്ഞിട്ടില്ലേ പോലും, നമ്മളെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവരോട് മിണ്ടാൻ നമുക്ക് താല്പര്യം കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് നമ്മുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് അതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ. അതായത് ഈ കേരള എക്കണോമി ഒന്നും വലിയ പാടൊന്നുമില്ല ഇതൊന്നും. ഇതൊക്കെ ഈ മൊത്തം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തുവാ അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നാഷണൽ ഡിസാസ്റ്റർ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, അതൊക്കെ മൊത്തത്തിലൂടെ ചേർത്തിട്ടാണ് ഇവിടുത്തെ മാർക്ക് വരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ സിലബസിനകത്തും ഈ ഗവേണൻസ് ഉണ്ടായിരുന്നല്ലോ. ഇത് രണ്ടും എന്തോന്നും അറിയത്തില്ല. ബാക്കിയുണ്ട്. ഇവിടെ 20 മാർക്ക് വരുന്നുണ്ട്. ഈ 20-നും ഈ 30-നും ഈ 20-നും വലിയ പാടില്ല. 20, 40, 70. ഇവിടെ തന്നെ 70 മാർക്കുണ്ട്. ആലോചിച്ച് നോക്കാം.
കണ്ടോ 70, 10, 80. ബാലൻസ് 20 അങ്ങ് കളഞ്ഞാൽ പോലും എത്ര കിട്ടുന്നുണ്ട്? 180 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ എടുക്കുമെന്നല്ല പറഞ്ഞത്, 180 അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പലരും എന്ത് എഴുതത്തില്ല, ഈ 2 എക്സാംസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പരീക്ഷ ഒന്നും എഴുതാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ആ ഒരു അവസരം യൂസ് ചെയ്ത് മുന്നോട്ട് കയറാൻ നോക്കണം. ഇനി ഞാൻ കമ്പാരിസൺ ചെയ്ത് പഠിപ്പിച്ചു തരാം. അതായത് ഇങ്ങനെ നിങ്ങൾ ഒരു വേണമെങ്കിൽ എഴുതി വെക്കണം. അതായത് ഇവിടെ നമുക്ക് പ്രിലിംസിനകത്ത് 10 മാർക്ക് ഹിസ്റ്ററിക്കകത്തുണ്ട്. അപ്പം ഇതിന് പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൂടെ പഠിച്ചു പോകണം? മെയിൻസിന്റെ ഹിസ്റ്ററിയും കൂടെ. അതായത് മെയിൻസിന് ഇന്ന ഹിസ്റ്ററി, പ്രിലിംസിന് ഇന്ന ഹിസ്റ്ററി, അങ്ങനൊന്നും ഇല്ല. എല്ലാത്തിനും ഒരു ഹിസ്റ്ററിയേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാ സിലബസ് ഒന്ന് തന്നെയാണ്. ജോഗ്രഫിക്കകത്തും അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടെ മാർക്ക് ഇവിടെ 7-നകത്ത് വരും, ഇത്രേ ഉള്ളൂ. എക്കണോമിക്സിനകത്ത് ഇവിടെ 5, ഇവിടെ 7. അപ്പൊ തന്നെ ഇവിടെ എത്ര മാർക്ക് കിട്ടി? നിങ്ങൾ പ്രിലിംസിനുള്ള 21 മാർക്കിനൂടെ ഈ മെയിൻസിന്റെ ടൈമിൽ പഠിക്കുന്നുണ്ട്. സോറി, മെയിൻസിനുള്ള 21 മാർക്കൂടെ പ്രിലിംസിന്റെ ടൈമിൽ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇവിടെ സിവിക്സിന് 5 മാർക്കാണ്. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോൾ കേരള അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് എത്ര വരുന്നുണ്ട്? ഒരു 20ഓളം മാർക്ക് ഇപ്പുറത്ത് വരുന്നുണ്ട്. സിവിക്സ് ഇവിടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ വന്നപ്പോൾ 5 എന്നുള്ള മാർക്ക് എത്രയിലേക്ക് മാറി? 20ലേക്ക് മാറി. കണ്ടോ? ഇനി ആർട്സ് ആൻഡ് സ്പോർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 11 മാർക്ക് വരുന്നുണ്ട് മെയിൻസിനകത്ത്. ഇനി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കിത്? ഇവിടെ 5 മാർക്ക് കമ്പ്യൂട്ടറിന് ഇവിടെ. അപ്പൊ കമ്പ്യൂട്ടർ ഒരുപോലെ പഠിക്കണം. അപ്പൊ അവിടെ പഠിച്ചു കഴിഞ്ഞാലും ഇവിടെ യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നോക്കൂ, മാത്സ് 20ൽ നിന്ന് 15 ആയിട്ട് മാറി. ഇവിടുന്ന് 20ൽ നിന്ന് 13 ആയിട്ട് മാറി. ഇവിടെ 10ൽ നിന്ന് 13 ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ ഇവിടെ എത്ര ടോട്ടൽ വരുന്നുണ്ട്? 41 മാർക്ക്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അത് ഞാൻ എടുക്കുന്നുണ്ട്. 21 മാർക്ക് അവിടെ വരുന്നുണ്ട്. കണ്ടോ? വലിയ രീതിയിൽ എന്തില്ല. ഈ ആൾക്കാർ പറഞ്ഞു പേടിപ്പിക്കുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾക്ക് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന സംഭവങ്ങൾ നിങ്ങളെ എപ്പോ പഠിക്കരുത്? ഇപ്പൊ പഠിക്കരുത്. റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങിയാൽ മതി. ഓക്കെ. പകരം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കണം, കമ്പ്യൂട്ടർ പഠിക്കണം, ആർട്സ് പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതെല്ലാം നമ്മൾ ഇത്രയും ക്ലാസ്സസ് എടുത്തിരിക്കുന്നതെല്ലാം നിങ്ങൾ ഒരു ദിവസം വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. NCERT പഠിക്കുക. ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഹാഫ് വെച്ചിട്ട് ചെയ്യുക. കൂടാതെ ഇംഗ്ലീഷ്, മാത്സും മലയാളവും പഠിക്കുക. 100% നിങ്ങൾ പ്രിലിംസും പാസ്സായിരിക്കും. മെയിൻസിനകത്ത് നിങ്ങൾക്ക് ആ ലെവൽ പഠിത്തം കൊണ്ട് ഒരു 80 മാർക്ക് ഈസി ആയിട്ട് കയറും 200-ൽ. മെയിൻസിന് ആ ലെവൽ, അതായത് പ്രിലിംസ് പഠിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മെയിൻസിനകത്ത് വേറെ ഒരു സബ്ജക്റ്റും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അത്രയും പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡാം ഷുവർ ആയിട്ട് ഈ പ്രിലിംസിന്റെ പുള്ളിൽ അല്ലെങ്കിൽ ആ പുഷിൽ എങ്ങോട്ടേക്ക് ചെല്ലാം? 80 മാർക്ക് ഡാം ഷുവർ ആയിട്ട് കിട്ടും. പിന്നെ ബാലൻസ് നിങ്ങൾക്ക് ഒരു എത്രയോടെ വാങ്ങിച്ചാൽ മതി? ഒരു 50 മാർക്ക് കൂടെ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈസി ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാൻ പറ്റും. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ പ്രിലിംസ് പഠിക്കുന്നതിനോടൊപ്പം പ്രിലിംസ് പഠിക്കുന്നത്, അതായത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും കൂടാതാണ് ഈ 80 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫിസിക്സും കെമിസ്ട്രിയും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടെ കയറി കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പ്രിലിംസ് പഠിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ 80 മാർക്ക് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും. അറ്റൻഡ് ചെയ്യാനല്ല, നേടാൻ പറ്റും. സംശയമുണ്ടോ? അതായത് മെയ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷയ്ക്കകത്ത് 200-ൽ 80 മാർക്ക് മെയിൻസിന്റെ ഒരു സബ്ജക്റ്റും പഠിക്കാതെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം എന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. എന്തൊക്കെ ചെയ്യും? CA ചെയ്യണം, NCERT ചെയ്യണം, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൃത്യമായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം ചെയ്താൽ മതി കേട്ടോ. റിവിഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളിപ്പോ എന്തോ റിവിഷന് കൊടുക്കുന്നത് ശില്പ?
വീണ്ടും സ്റ്റാർട്ടിംഗ് ആണോ കൊടുക്കുന്നത്? പിന്നെ ലൈവ്. ആ ഇപ്പം തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാനുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷും മാത്സും മലയാളവും അറിയാമെങ്കിൽ കിട്ടും. ആ ആദ്യം +2 ലെവൽ അങ്ങ് ചെയ്ത് തീർക്കും. 2024 മുതൽ അങ്ങോട്ടുള്ളത് നോക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തിട്ടില്ലേലും നിങ്ങൾ ഇംഗ്ലീഷും മാത്സും മലയാളവും ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നിങ്ങൾക്ക് അവിടെ ഞാൻ ഇപ്പോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തിരക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവിടെ മാത്രം നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കാം. പക്ഷെ ഇപ്പുറത്തുള്ള സംഭവത്തിനകത്ത് ഒന്നും നിങ്ങൾ തൊട്ട് കളിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് വലിയ പ്രശ്നം ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ഇത്രയും ചെയ്യണം. ലാസ്റ്റ് പ്രയോറിറ്റി ഏതിനും കൊടുത്താൽ മതി, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലേക്ക് കൊടുത്താൽ മതി പ്രിലിംസ് ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡിഗ്രി ലെവൽ അത്രത്തോളം വരും. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ പേടിക്കേണ്ട, നിങ്ങൾ ചെയ്തിട്ടില്ലേലും, അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്തിട്ടില്ലേലും പേടിക്കേണ്ട. കാരണം നമ്മൾ അതാണ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഫോക്കസ് ഏരിയയിൽ എടുക്കുന്നതെല്ലാം BYQ ആണ്. സോ നിങ്ങൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. ഇത്രയും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട. പ്രിലിംസും മെയിൻസിന്റെയും GK ഏരിയാസ് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ അത് ഫോക്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പ്ലാൻ ഭയങ്കര ബോറായിട്ട് തോന്നും, നിങ്ങൾക്കൊന്നും പഠിക്കാത്ത ഫീലും തോന്നും. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ സെപ്പറേറ്റ് നോക്കുക. ഈവൻ നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് നോക്കുക. ഓർ എനിത്തിങ് ബെറ്റർ എന്താ, മാർക്ക് കൂടാൻ PYQ ആണ് ബെറ്റർ. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടുന്നതും PYQ ആണ്. മറ്റേത് എപ്പോഴും മറന്ന ഒരു ഫീല് തോന്നും. രണ്ടാമത്തെ കാര്യം NCERT പഠിക്കുക. മൂന്നാമത്തെ കാര്യം ലൈവ് പഠിക്കുക. നാലാമത്തെ കാര്യം ആ ഡേ 1 മുതലുള്ളത് റിവൈസ് ചെയ്യുക. അത്രയും CAയും പഠിക്കുക. ഇത്രയും പഠിച്ചാൽ എന്ത് കിട്ടും? പ്രിലിംസ് പാസ്സാവും 100%. ക്യാൻ യു? അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ എലിമിനേറ്റ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യണ്ട. അത് അല്ലാതെ മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിക്കാമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പി പോവണ്ട. ഓൾറെഡി നിങ്ങളൊരു 49 രൂപ മുടക്കും. അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും എല്ലാം അതിനകത്തും ഉണ്ട്. പിന്നെ ഓരോന്ന് തപ്പി ഒത്തിരി സമയം പോകുന്ന ഏറ്റവും വൃത്തികെട്ട പണിയാണ് ഈ തപ്പലെന്ന് പറയുന്നത്. നമ്മൾ പിന്നെ അതങ്ങ് ഉപേക്ഷിക്കും. എനിക്ക് വേണ്ടാന്ന് നമ്മളങ്ങ് ഉപേക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു വെക്കൂ. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. 49 രൂപ ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ, മലയാളം മാത്രമാണെങ്കിലും 49 രൂപ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളതാ. വാങ്ങിച്ചിട്ടില്ലാത്തവര് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിക്കണം. ഷഹർബാൻ അത് വാങ്ങിച്ചിട്ടില്ലേ? പണ്ടത്തേത് അതിനകത്ത് 1500 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷ് തന്നെ 1500. അത്രയും പഠിച്ചാൽ മതി. ഈ ലാസ്റ്റ് LDC പരീക്ഷയ്ക്കൊക്കെ പിള്ളേർ അതൊക്കെ പഠിച്ചത് 8ഉം 9ഉം മാർക്കൊക്കെ ഉണ്ട്. നിങ്ങൾ ഓൾഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ നിമിഷയൊക്കെ, അതിനകത്തുണ്ട്. PDF നോക്കൂ. അതിനകത്ത് ഞാൻ ബാക്കി ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് 1100 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അത്രയും പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം, അത്ര. ഓക്കെ, അപ്പം മെയിൻസിനെ പറ്റിയിട്ടൊന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് വേണം? നിങ്ങൾക്ക് ആ ഒരു ഉത്തമ ബോധ്യം വേണം. നിങ്ങളുടെ 2-3 ഫ്രണ്ട്സ് പറയോ ഡി എന്തൊരു പാടാടി സിലബസ് എന്നൊക്കെ 2 ഡയലോഗ് അടിക്കുമ്പോൾ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും, ദൈവമേ എനിക്ക് കിട്ടുമോ, അവള് പറഞ്ഞത് ശരിയായിരിക്കും, ആ വെറുതെ ഇങ്ങനെ പറയുന്നതായിരിക്കും ഞങ്ങളെ പിടിച്ചു നിർത്താൻ.
പിന്നെ ലാസ്റ്റ് പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുക ആ കൊച്ചു പറയുന്ന കാര്യം ആലോചിക്കുന്നത്. ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നതൊക്കെ പങ്ക് പ്രശ്നമായിട്ട് വരും. സോ അതുകൊണ്ട് എന്താണ്, കണ്ടവരുടെ ചിന്തകളെ എടുത്ത് തലയിലോട്ട് വെക്കരുത്. എന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിന് ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങളോട് ചോദ്യവും ചോദിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബെറ്റർ പ്ലാൻ കിട്ടിയിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് മെന്റലി ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ആ 100 days ടുഡേ ഇറ്റ്സെൽഫ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്താൽ തന്നെ 50% നമ്മുടെ ജോലി കഴിഞ്ഞു. മനസ്സിലായോ? അതായത് നമ്മൾ ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമ്മൾ പകുതി വിജയിച്ചു എന്നിട്ടാണ് അർത്ഥം. ഇനി നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ മാറി. ഈ പ്ലാൻ ഉണ്ടാക്കാനാണ് പാട്, ശരിയല്ലേ? ആ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തതിനേക്കാളും ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനാണ് പാട്. ആ പ്ലാൻ മെന്റലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അവിടെ സ്പേസ് ആക്കി കൃത്യമായിട്ട് അതിന് രാത്രി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് കൃത്യമായിട്ട് ഡേ 100 വരെ ഉള്ള കാര്യങ്ങൾ പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മതി ഇന്ന് ഉറങ്ങുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒന്നും റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ടുഡേ ഇറ്റ്സെൽഫ് അത് ചെയ്യണം. കാര്യം ഈ എനർജിയിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എനർജി നിൽക്കുമ്പം അത് ബാക്കി കാര്യങ്ങളോട് പെട്ടെന്നൂടെ ആ എനർജി അവിടെ വരയ്ക്കുന്നതിനും എഴുതുന്നതിനും എല്ലാം വരും. അതുകൊണ്ടാണ് ആ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. പിന്നീട് ആകുമ്പോൾ എനർജി ലോസ് ആയി പോകും. മനസ്സിലായോ? ഇപ്പം ഡേ 5 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റിവിഷൻ കൊടുക്കണം. അതിനുശേഷം ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. വേറെ ആരും വരത്തില്ല നമുക്ക് വേണ്ടിയിട്ട്. റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ എന്റെ കൊച്ചുങ്ങളെ വിജയിക്കത്തുള്ളൂ. നിസ്സാര കാര്യമല്ല. ഓക്കെ, അപ്പൊ ശരി. ക്ലാസ് എടുത്താൽ ഇത്ര ക്ഷീണം വരത്തില്ല. താങ്ക് യു. ഇത് ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ PDF എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.